Hello guys and welcome back to my YouTube channel Buckstar Media. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു MERN Stack application അല്ലെങ്കിൽ MERN Stack project എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. സോ ഇത് ബിഗിനേഴ്സ് ആയ എല്ലാവരും കുറച്ച് പാടുപെടുന്ന ഒരു സംഭവമാണ്. യൂട്യൂബിൽ കുറേ ട്യൂട്ടോറിയൽസ് കണ്ടാൽ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു MERN Stack application ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ഫോൾഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് റിയാക്ട് വെച്ച് ഡെവലപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ ബാക്ക് എൻഡ് ഞാൻ Node.jsഉം MongoDB ഒക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തെടുത്തതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ബാക്ക് എൻഡ് ഫോൾഡറിൽ എന്താ കിടക്കണമെന്ന് നോക്കാം. ബാക്ക് എൻഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ ഞാനിവിടെ കോൺഫിഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് .env എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇവിടെ കോൺഫിഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മംഗൂസും എക്സ്പ്രസും വെച്ചിട്ടുണ്ട്. ദെൻ പ്രോസസ്സും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇത് നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ലൈനാണ്. അതായത് app.use express static path.join എന്നൊരു dir-ഉം പിന്നെ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ലൈനാണ് ഇങ്ങനെയൊരു ലൈൻ, അതായത് ഗെറ്റ്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഗെറ്റ് ചെയ്യാൻ പോകുന്ന സംഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഞാൻ ഈ രണ്ട് വരെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെയിൻലി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഡ് എൻ്റെ ഗിറ്റ് ഹബ് ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ലൈനും മെയിൻലി നോക്കാം. ദെൻ ബാക്കിൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇവിടെ MongoDB ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ MongoDB കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ URL കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കും. സോ നമുക്ക് ഇവിടെ ഒരു .env എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ MongoDB_URL എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഈ URL ഉണ്ടല്ലോ, URL അതിൻ്റെ ഉള്ളിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, MongoDB URL. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ process.env ആ പേര് കൊടുക്കാം. അപ്പോൾ നമ്മുടെ MongoDB URL-ഉം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം മോങ്കോസ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്, മെസ്സേജ് സ്കീമാന്ന് പറഞ്ഞിട്ട്. ദെൻ മെസ്സേജസ് ഞാൻ അതിനൊരു മോഡലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെ ഒരു ഗെറ്റ് റൗട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് എല്ലാ മെസ്സേജും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ആഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു മെസ്സേജ് ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിലീറ്റും. ഇങ്ങനെ മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ app.listen 3000. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഫ്രണ്ട് എൻഡ് ഫോൾഡറും കൂടി ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം മനസ്സിലാവും. ഓക്കെ, അതായത് ഫ്രണ്ട് എൻഡ് ഫോൾഡറിൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ app.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഞാൻ യൂസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ആദ്യം ഈ മെസ്സേജുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കുന്നു. ദെൻ മെസ്സേജ് കുറച്ച് പ്രിൻ്റ് ചെയ്യാനുള്ള കുറച്ച് കോഡാണ്. ദെൻ നിങ്ങൾക്ക് ഈ കോഡ് വേണമെങ്കിൽ എൻ്റെ ഗിറ്റ് ഹബിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഞാൻ ആ കോഡ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ആൻഡ് ഈ ഒരു ആപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. അതിനായിട്ട് നമുക്കിവിടെ ഞാൻ ഇവിടെ package.json എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പ്രോക്സി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വെച്ചതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് രണ്ട് പോർട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോക്സി എന്ന സംഭവം വെച്ചത്. ഓക്കെ, അതായത് ഈ ഇവിടെ ആക്സിയോസ് വെച്ച് നമ്മൾ ഈ സംഭവം വിളിക്കുന്നുണ്ടല്ലോ, ഈ സംഭവം വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്ന സംഭവം ഇട്ടത്. അതായത് ഇവിടെ HTTPS ലോക്കൽ ഹോസ്റ്റ് 3001 എന്ന് കൊടുത്ത് ആ സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്രോക്സി വെക്കുന്നത്. അതായത് ഇവിടെ നിന്ന്
പ്രോക്സി വഴിയാണ് നമുക്ക് നമ്മുടെ സെർവറിലേക്ക് തന്നെ ആ റിക്വസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ പ്രോക്സി അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ സെർവറിലത്തെ കോഡ് ഞാൻ ജസ്റ്റ് ഓക്കെ cd backend ക്ലിയർ. ഓക്കെ, ഞാനിവിടെ ഈ പോർട്ട് നമ്പർ 3001 ആക്കുന്നുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇത് എന്തായാലും 3000 ആക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ENV ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞൊരു ENV ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ 3000 വെക്കുകയാണ്. ആൻഡ് ഇവിടെ ഡീഫോൾട്ട് പോർട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിവിടെ പോർട്ട് പ്രോസസ് port അല്ലെങ്കിൽ ഇത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഇവിടെ പോർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 3001 ഇവർ ഡിറ്റക്ട് ചെയ്തോളും. അപ്പോൾ app.js. ഓക്കെ, അപ്പോൾ ഈ സെർവർ ഫസ്റ്റത്തെ നമ്മുടെ 3000 എന്ന് പറഞ്ഞ സെർവർ ഇവിടെ റൺ ആയിക്കോളും. ഇവിടെ ഇത് കളഞ്ഞിട്ട് പ്ലസ് വേണ്ട അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ MongoDB സെർവർ കണക്റ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിനി നമ്മുടെ ഫ്രണ്ട് എൻഡും കൂടി കണക്ട് ചെയ്യാം. npm സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ കണക്റ്റ് ആവും. ആൻഡ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഹായ് എന്ന് അടിച്ചാൽ ഒരു പുതിയ മെസ്സേജ് കയറും. അതുപോലെ കളയാനും പറ്റും. ഇതൊരു സിമ്പിൾ MERN പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഞാൻ കാട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് എൻഡ് ഫോൾഡറിലേക്ക് ആദ്യം വരാം. ഓക്കെ, ബാക്ക് എൻഡിലത്തെ കോഡ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, ബാക്ക് എൻഡ് കോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് ഫ്രണ്ട് എൻഡ് ഫോൾഡർ ആണ് കേട്ടോ. ഇത് ഫ്രണ്ട് എൻഡ് ഫോൾഡർ ആണ്. ദെൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ npm റൺ ബിൽഡ് എന്ന് അടിക്കാം. ഓക്കെ, npm റൺ ബിൽഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇതിവിടെ ബിൽഡ് ആവട്ടെ. നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ക്ലോസ് അടിക്കുവാണ്. ആൻഡ് ഇത് ഓൾസോ ക്ലോസ് ആൻഡ് MERN പ്രൊജക്റ്റ് ഇതെല്ലാം. ആൻഡ് ഈ ബാക്ക് എൻഡിലത്തെ ഫോൾഡേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബാക്ക് എൻഡിലത്തെ ഫോൾഡേഴ്സ് ഉള്ളിലുള്ള സംഭവം നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ദെൻ അത് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ട് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ഈ ഗിറ്റ് ഇഗ്നോർ കോപ്പി ചെയ്തിട്ട് ആൻഡ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിന് ഗിറ്റ് ഇഗ്നോർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതായത് ഈ ഗിറ്റ് ഇഗ്നോറിൽ നമുക്കിവിടെ ഈ ബിൽഡ് എന്ന് പറഞ്ഞ ഫയലിനെ കളയുക. അതായത് ഈ ബിൽഡ് എന്ന് പറയുന്ന ഫയൽ അല്ലെങ്കിൽ ഇതിൽ കയറും. പിന്നെ .env ഈ രണ്ട് മാത്രം ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഗിറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ക്ലോസ് ചെയ്ത് കളയട്ടെ. ഓക്കെ, ആൻഡ് വെയിറ്റ് ഗൈസ്. ഓക്കെ, ഗിറ്റ് ഹബ് ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ട്. ന്യൂ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ചാറ്റ് ആപ്പ് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ചാറ്റ് ആപ്പാണിത്. ആൻഡ് നമുക്കിവിടെ ക്രിയേറ്റ് അടിക്കാം. അതിനുശേഷം ഈ കോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദെൻ ഇത് ക്ലോസ് ചെയ്യാം. ആൻഡ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാനിവിടെ ഗിറ്റ് ഇനിറ്റ് അടിക്കുകയാണ് ആദ്യം. പിന്നെ ഗിറ്റ് ആഡ് ഓൾ അടിക്കുകയാണ്. അപ്പോൾ ഗിറ്റിലത്തെ എല്ലാ സംഭവങ്ങളും ആഡ് ആയിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും എല്ലാം ആഡ് ആയിട്ടുണ്ടായിരിക്കും.
ദെൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ പുഷ് ആയിരിക്കും. ഓൾറെഡി ലോഗിൻ അല്ലെങ്കിൽ ഗിറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്യാന്നുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും, അത് കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഇവിടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ബിൽഡ് ഫയൽ കയറിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ബിൽഡ് ഫയൽ കയറിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗിറ്റ് ഇഗ്നോർ എടുത്ത് നമുക്ക് കളയണം. ഓക്കെ, ഈ ഗിറ്റ് ഇഗ്നോർ എടുത്ത് കളയണം. ഓക്കെ, അപ്പോൾ സെറ്റ് ആവും. ദെൻ ഒന്നുകൂടെ ഗിറ്റ് ആഡ് ആൻഡ് ഓക്കെ വെയിറ്റ്, അത് ഈ ഫോൾഡർ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ആ ഗിറ്റ് ഇഗ്നോർ ഒന്ന് ജസ്റ്റ് കളഞ്ഞാൽ മതി. അതിൽ ആ നോഡ് മോഡ്യൂൾസും ബിൽഡ് ഫയൽ വരാ ഇതിൻ്റെ ഒരു റീസൺ കാരണമാണ് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കമ്മിറ്റ് ബിൽഡ് ഫയൽ ആഡഡ് ഗിറ്റ് പുഷ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരുത്തിയ ചേഞ്ചസ് എന്താണെന്ന് പറയാം. അതായത് ഗിറ്റ് ഇഗ്നോറിൽ നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ ബിൽഡ് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ നിന്ന് കളയാൻ ജസ്റ്റ് ഫോർഗെറ്റ് ചെയ്ത് പോയി. ഓക്കെ, അപ്പം ഞാൻ മറന്നുപോയി. ഓക്കെ, സോ അങ്ങനത്തെ ഒരു റീസൺ കാരണമാണ് അത് അവിടെ ബിൽഡ് ഫയൽ വരാഞ്ഞത്. നമുക്ക് ഇനി ഇവിടെ ഒന്ന് ആ ബിൽഡ് ഫയൽ വന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ട് എൻഡിൽ വന്നാൽ ചെയ്യേണ്ട ഇവിടെ ഒരു ബിൽഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ഫയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫയൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് വന്നില്ലെങ്കിൽ മേ ബി വർക്ക് ആവില്ല. അതേ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻഡർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, render.com. ഇനി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ ബട്ടൺ ഉണ്ടായിരിക്കും. ആ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെബ് സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ജസ്റ്റ് ഒന്ന് അതിൽ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ കണക്ട് ചെയ്തതിന് ശേഷം ചാറ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ജസ്റ്റ് കണക്ട് അടിക്കുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചാറ്റ് ആപ്പ് തന്നെ ഇടാം. ഓക്കെ, ചാറ്റ് ആപ്പ് തന്നെ പേരിടാണ്. നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ ഡോട്ട് കൊടുത്താൽ മതി, റൂട്ട് ഡയറക്ടറി. അത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ബാക്കെൻഡ് ഫോൾഡർ ആണ് നിങ്ങൾക്ക് റൂട്ട് ഡയറക്ടറി എന്നുണ്ടെങ്കിൽ ബാക്കെൻഡ് ഫോൾഡർ കൊടുക്കുക. എൻ്റെ കറൻ്റ്ലി ഇപ്പോൾ സാധാ നിൽക്കുന്ന ഫോൾഡറാണ്. ബാക്കെൻഡ് ഫോൾഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഫ്രണ്ട് എൻഡ് HTML എന്ന് പറഞ്ഞ ഡയറക്ഷൻ കൊടുക്കുന്ന ഫയലിൽ 2 കുത്തു കൊടുക്കേണ്ടി വരും. ലൈക്ക് ഞാനിപ്പോൾ പറയുന്ന ഈ മെത്തേഡ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കൺഫ്യൂഷൻ ഒന്നും വരാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, then ഇവിടെ നമുക്ക് അടിക്കേണ്ട കമാൻഡ് എന്ന് പറഞ്ഞാൽ npm ഇൻസ്റ്റാൾ ആണ്. അതായത് നമ്മുടെ നോഡ് മോഡ്യൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ്. ആൻഡ് npm നമുക്ക് ഇവിടെ വയ്ക്കേണ്ടത് നോഡ് app.js ആണ്. അതായത് നമ്മുടെ app.js എന്ന് പറഞ്ഞ ഫയൽ റൺ ചെയ്യുമ്പോൾ ടോട്ടലി റൺ ആവണം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ അടിക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ആഡ് എൻവയോൺമെൻറ്റൽ വാരിയബിൾസ് എന്ന് പറഞ്ഞ സംഭവം കാണും. ആൻഡ് നമുക്ക് ഇതിവിടെ ആഡ് ചെയ്യാം. അതായത് നമുക്കിവിടെ MongoDB URL ആണ് നമ്മൾ നേരത്തെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ URL എവിടെ നിന്ന് കിട്ടും നോക്കാം. അതായത് നമ്മുടെ ഇവിടെ ലൈക്ക് റൂട്ട് ഫോൾഡറിൽ വന്നാൽ ഇവിടെ env എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതിലുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ MongoDB URL ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ആൻഡ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇനി പോർട്ട് വേണം, PORT, ആൻഡ് സെറ്റ് ഇറ്റ് ആസ് 3000. ഓക്കെ, 3000 വയ്ക്കുക. ആൻഡ് നത്തിങ് എൽസ് ആൻഡ് ക്രിയേറ്റ് വെബ് സർവീസ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പലർക്കും സംശയം വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, സംശയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അതായത് ഫ്രണ്ട് എൻഡ് ഫോൾഡറിൽ ബിൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക.
ഐ റെക്കമെൻഡ് യു ദാറ്റ് ബാക്കെൻഡ് ഫോൾഡറിൽ കയറിയിട്ട് ആ ഫയൽസ് എല്ലാം റൂട്ട് ഫോൾഡറിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഏതാണോ ഫസ്റ്റ് ആ ബാക്കെൻഡും ഫ്രണ്ടെൻഡും കാണുന്ന ഡയറക്ടറി ഉണ്ടല്ലോ, അവിടെയായിരിക്കും നമ്മുടെ ബാക്കെൻഡ് ഫോൾഡേഴ്സ് ഇടുന്നത് നല്ലത്. ഇത് റീഡബിലിറ്റി ഇച്ചിരി കുറയ്ക്കുന്നുണ്ടെങ്കിലും ബാക്കെൻഡ് ഫോൾഡർ റൂട്ട് ഫോൾഡർ ആയിട്ട് വെക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക കോംപ്ലിസിറ്റി കുറയും. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് app.jsൽ പോയാൽ നമ്മുടെ സ്റ്റാറ്റിക് ഫോൾഡർ ആയിട്ടുള്ള ബിൽഡ് ഫോൾഡർ നമ്മൾ അതിൽ കോൺഫിഗ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ രണ്ട് പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ദെൻ ഗിറ്റ് ഹബിൽ പോയിട്ട് ഇത് ജസ്റ്റ് ആഡ് ചെയ്യാം ആൻഡ് നമ്മുടെ ആപ്പ് ലൈവ് ആയിട്ടുണ്ട്. വർക്കിംഗ് ആണോ നോക്കാം. ഹലോ, വന്നിട്ടുണ്ട്. ഹായ്, അതും വന്നിട്ടുണ്ട്. ദെൻ ക്രോസ് ചെയ്യാം. യാ ഗൈസ്, ഇറ്റ്സ് വർക്കിംഗ് വണ്ടർഫുള്ളി. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റ് ലൈവ് ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, മെയിൻ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഗൈസ്, ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കോഡിംഗ് റിലേറ്റഡും എഡിറ്റിംഗ് റിലേറ്റഡും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെക് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.